ഒരു ഓണക്കാല ഓർമ്മ പറയൂ. ഓണക്കാല ഓർമ്മകൾ. ഓർമ്മകൾ നന്നായി. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് എന്ത് പറ്റി വെറൈറ്റി കോസ്റ്റ്യൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചിങ്ങം ഒന്നായതുകൊണ്ട് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ചേർന്നിട്ട് ഇന്ന് ഒരു സദ്യ കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇന്ന് ആക്ച്വലി ഭയങ്കര എന്താ പറയുക, ചിങ്ങം ഒന്നെന്ന് പറയുമ്പോൾ ഒരു ന്യൂ സ്റ്റാർട്ടല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓണം സെലിബ്രേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡ്രസ്സപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ലൈക്ക് ചിങ്ങം ഒന്നിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇപ്രാവശ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയൊരു സദ്യ കഴിക്കണം എന്നുള്ളതും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സോ രണ്ടും കൂടെ ചേർന്നിട്ട് ഇന്നത്തെ ദിവസം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സോ നമുക്ക് ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ? ഗൈസ്, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് വരുന്ന സമയത്ത് നേരെ കയറിപ്പോയി പെട്രോൾ അടിച്ചിട്ടാണ് വന്നത്. ബിക്കോസ് ഇന്ന് എനിക്ക് ആ പെട്രോൾ ഇല്ലയെന്ന മെസ്സേജ് കാണാൻ വയ്യ. ബിക്കോസ് ഇന്ന് ചിങ്ങം ഒന്നും കൂടെ അല്ലേ. സോ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരെ പെട്രോൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാറിലോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സാരി അധികം യൂസ്ഡ് അല്ല. സോ ഇത് ശരിക്കും ഹാഫ് സാരിയാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു എന്താ പറയുക, അത്ര കംഫർട്ടബിൾ അല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, സ്പെഷ്യൽ ഒക്കേഷൻസ് ആകുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പമ്പ് എത്തി. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി ഇപ്പം തന്നെ പെട്രോൾ അടിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മൾ ഇതുവരെ പോയി ഒരു സദ്യ കഴിച്ചിട്ടില്ല. സോ ഒരു വെറൈറ്റി ഫീലാണ്. അങ്ങനെ നമ്മൾ ചായക്കാരി എത്തി ഗൈസ്. ഞാനിതിനു മുന്നേ ലുലുവിലുള്ള ചായക്കാരിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെയുള്ളൊരു ചായക്കാരിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. സോ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. സോ നമുക്ക് അകത്തോട്ട് കയറാം. നമ്മളങ്ങനെ സദ്യ കഴിക്കാനായിട്ട് കയറി. സീറ്റിങ്ങും കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇലയൊക്കെ ഇട്ട് സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഇൻസ്റ്റയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്ക് ഇടുമ്പോൾ ഒരു ഓണക്കാല ഓർമ്മ പറയൂ. ഓണക്കാല ഓർമ്മകൾ. ഓർമ്മകൾ നന്നായി. അങ്ങനെ അവർ ഫുഡൊക്കെ സെർവ് ചെയ്തു. ഇനിയിപ്പോൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നജുവിടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നജുവിൻ്റെ ഇതിൽ ഒരു ഉപ്പേരിയും പിന്നെ ഒരു ചിപ്സും കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേരത്തെ നജു കഴിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കഴിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു ഫുഡ്. ഭയങ്കരമായിട്ട് ഫില്ലായി. ഒരുപാട് ചോറ് കഴിച്ച് അങ്ങനെ നമ്മളെന്താ സദ്യ. നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ചിറങ്ങി. നജു ഇഷ്ടപ്പെട്ടില്ലേ സദ്യ? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര കിടിലായിരുന്നു. ലൈക്ക് എന്താ പറയുന്നത്, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു. ടേസ്റ്റും ഭയങ്കര അടിപൊളിയായിരുന്നു. വളരെ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. എല്ലാ കറികളും ഭയങ്കര അടിപൊളിയായിരുന്നു. മറ്റേ ആ പുളിശ്ശേരി, അത് എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാൻ വേർഡ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ പ്ലേറ്റ് എനിക്കങ്ങനെ ഭയങ്കര നന്നായിട്ട് സദ്യ കഴിക്കാൻ അറിയില്ല. നജുവിൻ്റെ പ്ലേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര അത്യാവശ്യം നല്ല ക്ലീനായിരുന്നു. ഇന്നത്തെ ചിങ്ങം ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയാം. പിന്നെ മാത്രമല്ല ഒരു നല്ലൊരു സ്റ്റാർട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഞാൻ ഓണത്തിന് ഒരു സദ്യ കഴിക്കണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സദ്യ കഴിക്കുന്നത്.
അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചിങ്ങം 1 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഫീലിംഗ് സോ സാറ്റിസ്ഫൈഡ്. ഇന്നത്തെ നമ്മുടെ ചിങ്ങം 1 അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ടായി. ഇന്നത്തെ എൻ്റെ സദ്യ കഴിക്കുന്ന ഈ ജേർണി നിങ്ങളെല്ലാവരും കൂടെ വിറ്റ്നസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.